മലയാള സിനിമയിലെ ഏറ്റവും ശക്തമായ തിരിച്ചുവരവ് ആരുടേതാണ് എന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ: പൃഥ്വിരാജ് സുകുമാരൻ. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അദ്ദേഹം സിനിമയിലെത്തി. എന്നാൽ തുടക്കത്തിൽ തന്നെ അദ്ദേഹത്തിന് നിരവധി വിലക്കുകൾ ഏർപ്പെടുത്തേണ്ടി വന്നു. ഏറ്റവും ചെറിയ പ്രായത്തിൽ സംസ്ഥാന അവാർഡ് നേടിയ റെക്കോർഡും അദ്ദേഹത്തിൻ്റെ പേരിലാണ്. മോഹൻലാലിൻ്റെ റെക്കോർഡാണ് അദ്ദേഹം തൂക്കിയത്. എന്നാൽ അദ്ദേഹത്തിൻ്റെ സിനിമയുടെ ആദ്യകാലങ്ങളിൽ അദ്ദേഹത്തിന് നിരവധി വിലക്കുകൾ ഏർപ്പെടുത്തി. അതുപോലെ അദ്ദേഹത്തിന് ക്രൂരമായ പരിഹാസങ്ങളും ട്രോളുകളിലും നിറഞ്ഞു നിന്നു. സൂപ്പർ സ്റ്റാറുകളെ വിമർശിച്ചു എന്ന പേരിൽ അസഹനീയമായ രീതിയിൽ കളിയാക്കൽ വന്നു. എന്നാൽ ഒന്നിനെയും അദ്ദേഹം തളർന്നില്ല. സൗത്ത് ഇന്ത്യയിൽ ഏറ്റവും നന്നായി ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആക്ടറാണ് പൃഥ്വിരാജ് എന്ന രീതിയിൽ വരെ പരിഹാസങ്ങൾ വന്നു. എന്നാൽ മെല്ലെ മെല്ലെ അദ്ദേഹം തൻ്റെ കരിയറിൽ ശ്രദ്ധിച്ചു തുടങ്ങി. പടിപടിയായിരുന്നു അദ്ദേഹത്തിൻ്റെ വളർച്ച. പ്രായത്തെ കവച്ചു വെക്കുന്ന മെച്യൂരിറ്റി, ഇൻ്റർവ്യൂവിലെ അസാമാന്യ പെർഫോമൻസ്, ഇതൊക്കെ അദ്ദേഹത്തിന് മുൻതൂക്കം നൽകി. മമ്മൂട്ടി, മോഹൻലാൽ കഴിഞ്ഞാൽ മൂന്നാം സ്ഥാനത്തിരുന്ന ദിലീപിൻ്റെ കരിയറിലെ പതനം അദ്ദേഹത്തിന് വളക്കൂറായി മാറി. ഇന്ന് മമ്മൂട്ടി, മോഹൻലാൽ കഴിഞ്ഞാൽ മലയാളത്തിൽ ഏറ്റവും ജനപ്രീതിയുള്ള നടൻ പൃഥ്വിരാജായി മാറി. ഇന്ന് അദ്ദേഹം കൈവെക്കാത്ത മേഖലകളില്ല. ടെക്നിക്കലാണെങ്കിലും സംവിധായക മികവിലാണെങ്കിലും അദ്ദേഹത്തെ വെല്ലാൻ ഒരാൾ പോലുമില്ല. പക്ക പാൻ ഇന്ത്യൻ താരം, നിരവധി ഭാഷകളിൽ ഒരേ സമയം അഭിനയിക്കുന്നു. അതുപോലെ മികച്ച സംവിധായകൻ, പ്രൊഡ്യൂസർ, കന്നഡ സിനിമയിലെ ഒരുപാട് പടങ്ങൾ കേരളത്തിലേക്ക് റീമേക്ക് ചെയ്യുന്നു.